പലരും പലപ്പോഴും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ 7 തവണ മരണത്തെ മുഖാമുഖം കണ്ട ശേഷമുള്ള രക്ഷപ്പെടലും ജീവിതത്തിന്റെ അവസാന കാലത്ത് 8 കോടിയുടെ ലോട്ടറിയും അടിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണ് ക്രൊയേഷ്യയിൽ ജനിച്ച ഫ്രെയിൻ സെലാക്ക് എന്ന വ്യക്തി. 1929 ക്രൊയേഷ്യയിലാണ് സെലാക്ക് ജനിക്കുന്നത്. 87 വയസ്സുവരെ ജീവിച്ച ഫ്രെയിൻ സെലാക്ക് തന്റെ ജീവിത കാലയളവിനിടയിൽ 7 തവണയാണ് മരണത്തിന്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാനും അതേസമയം ഭാഗ്യവാനുമായ മനുഷ്യൻ എന്നാണ് സെലക് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു സംഗീത അധ്യാപകനായിരുന്ന സെലക്കിനെ തേടി മരണം ആദ്യം എത്തുന്നത് 1962 32 വയസ്സുള്ളപ്പോഴാണ്. മഞ്ഞുകാലത്ത് ജനുവരി മാസത്തിൽ ബോസ്നിയയിലെ സാരായവോ നഗരത്തിൽ നിന്നും ക്രൊയേഷ്യയിലെ ഡ്രൂബോനിക് നഗരത്തിലേക്ക് തീവണ്ടിയിൽ പോവുകയായിരുന്നു സെലക്. എന്നാൽ തീവണ്ടി വഴിമധ്യേ പാളം തെറ്റി 17 പേർ അപകടത്തിൽ മരിച്ചു. പുഴയിലേക്ക് വീണെങ്കിലും ആരോ അത്ഭുതകരമായി സെലക്കിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കൈ ഒടിഞ്ഞെങ്കിലും കാര്യമായ മറ്റു കുഴപ്പമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. മരണത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് സെലക് കരുതിയിരുന്നു. എന്നാൽ മരണത്തിന്റെ വരവുകൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത വർഷം തന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് സെലക് റിജേക്ക എന്ന പട്ടണത്തിലേക്ക് വിമാനത്തിൽ പുറപ്പെട്ടു. ആദ്യമായാണ് സെലക് ഒരു വിമാനത്തിൽ കയറുന്നത്. ഏറ്റവും പിൻസീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. പോകുന്ന വഴിക്ക് വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായി. ക്യാബിനിലെ വായുസമ്മർദ്ദം കുറഞ്ഞു. ആ ഡോർ തകർന്ന് സെലക് പുറത്തേക്ക് തെറിച്ചു വീണു. അനേകമടി താഴേക്ക് വെച്ച് അദ്ദേഹം ഒരു വൈക്കോൽ കൂനയിലായിരുന്നു വന്ന് വീണത്. അതായിരുന്നു രണ്ടാമത്തെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. സെലക് സഞ്ചരിച്ച ആ വിമാനം അതിനിടെ താഴേക്ക് പതിക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന 19 പേരും കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 1966 ബസ് യാത്ര നടത്തുകയായിരുന്നു സെലക്. ബസ് റോഡിൽ നിന്നും തെന്നി പുഴയിലേക്ക് വീണു. ഒട്ടേറെ പേർ ഈ അപകടത്തെ മരിച്ചെങ്കിലും സെലക് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അതിനുശേഷം ചെറിയ രീതിയിൽ സെലക്കിന് പേടിയായി തുടങ്ങി. ഇനി പൊതുഗതാഗത മാർഗ്ഗങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാനും സ്വന്തം കാറിൽ യാത്ര ചെയ്യാനും തീരുമാനിച്ചു. എന്നാൽ അവിടെയും രക്ഷയുണ്ടായില്ല. 1970 സെലക്ക് സ്വന്തം കാറിൽ പോകുമ്പോൾ വണ്ടിക്ക് തീ പിടിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ കാറിന്റെ ഇന്ധന ടാങ്കിലേക്ക് തീ പടർന്ന് വലിയൊരു പൊട്ടിത്തെറിയും ഉണ്ടായി. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അദ്ദേഹവും ആ സ്ഫോടനത്തിൽ മരിച്ചു. 1973 ഇതേ രീതിയിൽ അദ്ദേഹത്തിന്റെ കാറിന് തീ പിടിച്ചിരുന്നു. അന്ന് മുടി കുറച്ച് കരിഞ്ഞു പോയെങ്കിലും സെലക് വീണ്ടും രക്ഷപ്പെട്ടു. പിന്നീടുള്ള ഒരു അപകടം നടക്കാൻ 22 വർഷങ്ങളെടുത്തു. 1995 നടന്നു പോകുകയായിരുന്ന അദ്ദേഹത്തെ ഒരു ബസ് ഇടിച്ചു തെറിപ്പിച്ചു. എന്നാൽ ഇത്തവണയും നിസാര പരിക്കുകളോടെ സെലക് രക്ഷപ്പെടുകയായിരുന്നു. 1996 ഒരു മലമ്പാതയിൽ വെച്ച് ട്രക്കുമായി കൂട്ടിയിടിച്ച അദ്ദേഹത്തിന്റെ കാർ 300 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണു. എന്നാൽ ഒരു മരത്തിൽ കുടുങ്ങിക്കിടന്നതിനാൽ അവിടെയും അദ്ദേഹം രക്ഷപ്പെട്ടു. അതോടെ സെലക്കിന്റെ ജീവിതത്തിലെ അപകട പരമ്പരകൾക്ക് ഒരു അവസാനവുമായി. പിന്നീട് 2003 10 കോടിയോളം തുക വരുന്ന ഒരു ലോട്ടറി സെലക്കിനടിച്ചു. 2010 ഈ സമ്പാദ്യം മുഴുവനും തന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വീതിച്ചു നൽകിയ ശേഷം സെലക് വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. 2016 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മരണം എന്നത് അനിവാര്യമായ ഒരു സത്യമാണ്. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയുമില്ല. എന്നാൽ 1 2 തവണയല്ല 7 തവണ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടായിരുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്.